നാട്ടുകൾ വിഷന്റെ ന്യൂസ് എറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടങ്ങി. സംസ്ഥാനത്തുടനീളമുള്ള കേന്ദ്രങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ സംസ്ഥാനത്തെ സമ്മതിദായകർ നാളെ ബൂത്തുകളിലേക്ക് പോകാനിരിക്കെയാണ് പോളിംഗ് സാമഗ്രികൾ വിതരണം ഇന്നു രാവിലെ 8 മണി മുതൽ ആരംഭിച്ചത്. കല്ലേക്കാട്ടുള്ള വ്യാസവിദ്യാപീഠത്തിൽ പോളിംഗ് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. വിവിധ മണ്ഡലത്തിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥർ കേന്ദ്രങ്ങളിലെത്തി പോളിംഗ് സാമഗ്രികൾ വാങ്ങി ബൂത്തുകളിലേക്ക് പോയി. സാമഗ്രികൾ വാങ്ങി കൃത്യമായി പരിശോധിച്ച ശേഷമാണ് ഉദ്യോഗസ്ഥർ മടങ്ങുന്നത്. ഇതിനിടെ ഡ്യൂട്ടിക്ക് ഹാജരാകാതിരുന്നവർക്കെതിരെ നടപടിയും സ്വീകരിച്ചു തുടങ്ങി. പോളിംഗ് ശതമാനം ജനങ്ങളിലേക്ക് വേഗത്തിലെത്തിക്കാൻ വേണ്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. PM. തുടങ്ങിക്കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിന്റെ അർത്ഥവും ആഴവും തേടുന്ന ഒരു പാഠശാല. വെള്ളിനീഴിയുടെ പൈതൃകമുറ്റ മണ്ണിൽ പുതുതലമുറയെ ഉന്മേഷകരമായ ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു മാതൃകാ സ്ഥാപനം. കുറ്റാനിശ്ശേരി AUP സ്കൂൾ. മികച്ച നിലവാരമുള്ള ലബോറട്ടറി, ഗണിതശാസ്ത്ര അഭിരുചി വളർത്താൻ അബാക്കസ്, കായിക മികവിനുള്ള പരിശീലനം, സാങ്കേതികമായി ഉന്നത നിലവാരം. ഇതൊക്കെ ഈ വിദ്യാക്ഷേത്രത്തിന്റെ സവിശേഷതകൾ. ക്ലാസ് മുറികളിലെല്ലാം AC സൗകര്യം. ഇങ്ങനെ പുത്തൻ തലമുറയ്ക്ക് പുതിയ ഉണർവ് നൽകുകയാണ് ഈ പാഠശാലയുടെ ലക്ഷ്യം. വർത്തമാനകാലത്തിന്റെ അക്ഷരഖനി, അക്ഷയഖനി. 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.